ഹായ് ഫ്രണ്ട്സ്, പത്മാസ് മിനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു വെറൈറ്റി ഫ്രൈ ആണ് ഞാൻ കാണിക്കുന്നത്. നമ്മുടെ ഉരുളൻകിഴങ്ങ് കൊണ്ട് നല്ലൊരു ക്രിസ്പി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൈ നമുക്ക് ഉണ്ടാക്കാം. കുട്ടികൾക്ക് വളരെ ഇഷ്ടമാകുന്ന ഒരു ഫ്രൈ കൂടിയാണിത്. വളരെ ഈസിയായി നമുക്കിത് ഉണ്ടാക്കാം. ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ആദ്യം നമുക്ക് മസാല തയ്യാറാക്കാം. 3/4 സ്പൂൺ കാശ്മീരി ചില്ലി, 1/2 സ്പൂൺ പൊടിച്ച കുരുമുളക്, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. വലിപ്പമുള്ള ഒരു ഉരുളൻകിഴങ്ങ് ഞാൻ എടുത്തിട്ടുണ്ട്. നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. ഇനി ഒരു കട്ടിംഗ് ബോർഡിൽ വെച്ച് ഉരുളൻകിഴങ്ങിന്റെ 2 ഭാഗവും ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റാം. ഈ നടുക്കുള്ള ഭാഗം 2ആയി കട്ട് ചെയ്ത് എടുക്കാം. ഒരു പീസ് വെച്ചിട്ട് അതിന്റെ 2 ഭാഗത്തും 2 സ്റ്റിക്ക് വെച്ച് ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തെടുക്കാം. ഈ സമയം നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യാനും മറക്കരുതേ. ഉരുളൻകിഴങ്ങ് പീസിൻ്റെ ഇരു സൈഡും സ്റ്റിക്ക് ഇരിക്കുന്നതുകൊണ്ട് കട്ട് ചെയ്യുമ്പോൾ മുറിഞ്ഞു പോയില്ല. ഒരു സൈഡ് കട്ട് ചെയ്തതിന് ശേഷം മറു സൈഡ് തിരിച്ചിട്ട് ചെറുതായി ചരിച്ച് കട്ട് ചെയ്തെടുക്കാം. 2 സൈഡ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്ന ഉരുളൻകിഴങ്ങിനെ നമുക്ക് നിവർത്തി ഇതുപോലെ ആക്കിയെടുക്കാം. ഇനി ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് അതിൽ കുറച്ച് ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഉരുളക്കിഴങ്ങിലുള്ള സ്റ്റാർച്ച് പോകാൻ വേണ്ടി അരമണിക്കൂർ വെള്ളത്തിലിട്ട് വയ്ക്കാം. സ്റ്റാർച്ച് നന്നായി പോയിട്ടുണ്ട്. ഇനി ഉരുളൻകിഴങ്ങ് വെള്ളം കളഞ്ഞെടുത്ത് നേരത്തെ തയ്യാറാക്കിയ മസാലക്കൂട്ടിൽ 2 ഭാഗവും പൊതിഞ്ഞെടുത്ത് നന്നായി തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി സ്റ്റൗ മീഡിയം ഫ്ലെയിമിലാക്കുക. ഒരു സൈഡ് ഫ്രൈ ആകുമ്പോൾ മറിച്ചിട്ട് കൊടുക്കാം. 2 സൈഡും നന്നായി ഫ്രൈ ആകുമ്പോൾ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. രണ്ടാമത്തത് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ക്രിസ്പിയും ടേസ്റ്റിയുമായ വെറൈറ്റി പൊട്ടറ്റോ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്ക് ഒരു ഈവനിങ് സ്നാക്സായി ചൂടോടെ കൊടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത്. ഇത് ഉണ്ടാക്കി നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ്, ഷെയർ, ലൈക്ക്, കമൻറ്റ് എന്നിവ ചെയ്യണേ. പുതിയൊരു ഈസി റെസിപ്പിയുമായി വരുന്നതുവരെ ഗുഡ് ബൈ.